ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗോതമ്പ് പൊടി വെച്ച് അതീവ രുചികരമായ നല്ല രുചിയുള്ള ഒരു ഫില്ലിംഗ് ഒക്കെയുള്ള നല്ല ഒരു 4 മണി പലഹാരം നമുക്ക് തയ്യാറാക്കാം. ചൂട് ചായയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എളുപ്പം തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദ, പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇനി 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമല്ല, നോർമൽ വാട്ടറാണ്. അത് കുറേശ്ശെ ചേർത്ത് നമുക്ക് പൂരിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അല്പം കട്ടിയായിട്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് അല്പം എണ്ണമയവും കൂടെ പുരട്ടി നമുക്കിത് ഒന്ന് മൂടി വെക്കാം. ഒരു 10-20 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തത്. ഇനി മല്ലിയില വേണം, കറിവേപ്പില വേണം. അത് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ അവരവരുടെ പാകത്തിന് എരിവിന് അനുസരിച്ചെടുക്കാം. സവാള ഞാനൊരു 3 സവാളയാണ് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി നമ്മൾ ഇത്രയും വഴന്നാൽ മതി. അതിലേക്ക് ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റി മുട്ട പുഴുങ്ങി പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ഇത് വേവിച്ച് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം മുട്ടയും കൂടെ ചേർത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കൂട്ട് നമുക്ക് തണുക്കുന്നതിനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം. ഒരു അല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് ഇളക്കി ഇത് തണുക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ കുഴച്ചെടുത്ത ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള, ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള 9 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് കല്ലിലേക്ക് അല്പം മൈദ തൂവി നമുക്ക് ഇത് ഒരുവിധം കനത്തിൽ നമുക്ക് പരത്തിയെടുക്കണം. സെൻറ്ററിൽ അല്പം കട്ടി വേണം. സൈഡിലേക്ക് ഇങ്ങനെ കനം ഒന്ന് കുറച്ച് 4 വശത്തേക്ക് ഇതുപോലെ കനം കുറച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ പരത്തിയെടുക്കാം. ഇത്രയും കനത്തിലാണ് പരത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലൊരു 2 സ്പൂൺ വീതം ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാം ഇങ്ങനെ സൈഡ്സ് എല്ലാം കൂട്ടി സെൻറ്ററിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യണം. ഒരു ബോൾ ഷേപ്പിൽ തന്നെ ആക്കണം. ഒരുപാട് അങ്ങ് പരന്ന് പോകണ്ട. ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. അല്പം വെള്ളം തൊട്ട് നനച്ച് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പം നന്നായിട്ട് പ്രസ്സായിട്ട് ഇരുന്നോളും. നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ ഇരിക്കും. ഇങ്ങനെ 9 ബോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഒരുവിധം കനത്തിൽ ആണ് എടുത്തിരിക്കുന്നത്. ഇനി പാൻ അടുപ്പിൽ വെച്ച് വറക്കുന്നതിനാവശ്യമായ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര എണ്ണ ഇല്ലെങ്കിലും ഷാലോ ഫ്രൈ ആണെങ്കിലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 7 എണ്ണം ആദ്യം ഇട്ടിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാൻ. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പുറം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതൊരുവിധം കട്ടി പരത്തിയിരിക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്നും മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് ഇതുപോലെ കളറ് നന്നായിട്ട് മാറി വരുമ്പോഴത്തേക്ക് തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ എല്ലാം കോരിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്കിയുള്ള ആ 2 കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം 4 മണിക്ക് ചായയ്ക്കും കാപ്പിക്കും ഒക്കെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള, അതേസമയം കണ്ടില്ലേ സൗണ്ട്, അതേസമയം നല്ല രുചികരമായ ഫില്ലിങ്ങുള്ള ഈ 4 മണി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. നല്ല ചൂടാണ്. അപ്പം നമുക്ക് 4 മണിക്ക് ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം. താങ്ക് യു.